നമസ്കാരം, ബ്ലൂ സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, നമ്മുടെ അർജുൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചത് ആ അവസ്ഥയാണ് ഇപ്പോഴും തുടരുന്നത്. സത്യം. അതായത് ഇനി ആ ബോഡി കിട്ടിയാൽ മതി എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും. അല്ല, ഒരു സുപ്രധാനമായ ഒരു നമ്മുടെ ഈശ്വർ മൽപ്പ ഈശ്വർ മൽപ്പ എന്ന് പറഞ്ഞാൽ അവർ വലിയൊരു ഗ്രൂപ്പാണ്. അവരെ അദ്ദേഹത്തെ അറിയപ്പെടുന്ന അക്വാമാൻ എന്നാണ് അറിയപ്പെടുന്നത്. അക്വാമാൻ വാട്ടർ എന്നാണല്ലോ, വെള്ളത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന കാണുന്നത്. അതിന് ഒരു ആംബുലൻസ്, അതിൻ്റെ ഒരു സംഘമൊക്കെ ഉണ്ട്. അദ്ദേഹം സംഘമാണ് ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വന്നത്. പക്ഷേ വടംപൊട്ടി അദ്ദേഹം തന്നെ ഒഴുക്കിൽ പെടുകയായിരുന്നു. അദ്ദേഹത്തെ പിന്നെ രക്ഷപ്പെടുത്തി. എനിക്ക് നമ്മുടെ മാപ്പിള കലാസി പോലെ ആയിരിക്കും, മാപ്പിള കലാസികളെ പോലെ ചിലപ്പോൾ അത്രയും കാണത്തില്ല. എന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തനമാണെന്നുണ്ട് ഇവരുടെ പ്രധാന. അല്ല, മാപ്പിള കലാസികൾ പാരമ്പര്യമുള്ളവരാണ്, പരമ്പരാഗതമായിട്ട്. അതെനിക്ക് തോന്നുന്നത് പഴയ ബേപ്പൂർ തുറമുഖം ഉണ്ടല്ലോ പണ്ട്, അതെ, അന്ന് മുതലുള്ള ഒരു പാരമ്പര്യമായി മുമ്പോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് മാപ്പിള. കൊല്ലത്ത് പെരുമണ്ണി ദുരന്തം ഉണ്ടായപ്പോഴേ പിന്നീട് ആ ബോഗികൾ എഞ്ചിനെല്ലാം പൊക്കിയെടുത്ത് ഇവർ വന്നിട്ടാണ്. അല്ല, ഈ മക്കയിൽ ഒരു ക്ലോക്ക് ടവർ ഉണ്ടാക്കാനായിട്ട് വിളിച്ചത് ഇവരെയാണ്. അല്ല, അപ്പം ഞാൻ പറഞ്ഞ ഇതൊരു പാരമ്പര്യമാണ് മാപ്പിള ഖലാസി. അപ്പോൾ ഈ മാപ്പിള ഖലാസികളുടെ മറ്റൊരു പതിപ്പാവാം ഈശ്വർ മൽപ്പ. അതോ ഈശ്വർ മൽപ്പ എനിക്കിനി നമുക്കറിയില്ല. നമ്മുടെ രഞ്ജിത്ത് ഇസ്രയേലാണോ ഇനി മൽപ്പ, നമുക്ക് ഈശ്വർ മൽപ്പ നമുക്കറിയാൻ പറ്റത്തില്ല. രക്ഷാപ്രവർത്തനമാണെന്ന് തോന്നുന്നത് പ്രധാനമായിട്ട് ഇവരുടെ ഒരു പരിപാടി. ആംബുലൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ രഞ്ജിത്ത് ഇസ്രയേലും അങ്ങനെ രക്ഷാപ്രവർത്തനമാണ്. എന്തായാലും മൽപ്പ ഒഴുകിപ്പോയി. അതാണ് രക്ഷാപ്രവർത്തനം നാളെ തന്നെ ഒഴുകി പോയി എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ എന്തുമാത്രം ശക്തിയായിരിക്കും അതിനെ നമുക്ക് ഊഹിക്കാന്നുള്ളത്. മൽപ്പ ഒരു കാര്യത്തിൽ ഒരു നേട്ടമുണ്ട്. മൽപ്പ ഏറ്റവും കുറഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി. അതെ, ഇറങ്ങിയല്ലോ. ഇതുവരെ ആരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതെ അതെ, ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ ഇന്നവരെ ആരും ഇറങ്ങിയിരുന്നില്ല. മാത്രമല്ല അദ്ദേഹം രക്ഷപ്പെടുത്തിയത് നമ്മളെ മാപ്പറാക്കിനി അതിന്റെ പുറകെ അന്വേഷണം നടക്കേണ്ട ആവശ്യം വന്നില്ല. അല്ലെങ്കിൽ ഇനി അവർ കുറച്ച് ദിവസം മൽപ്പയെ തേടി എത്ര നാളെന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. അല്ല, ഈ നമ്മുടെ മാപ്രകളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ മാപ്രകൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ശരിയല്ല ഒരു പരിധി വരെ. അത് അവര് മര്യാദകൾ കാട്ടുന്നതുകൊണ്ടാണ്. അവർ ചെയ്യുന്ന റിപ്പോർട്ടിങ്ങിനെ കുറ്റം പറയണ്ട. പക്ഷേ റിപ്പോർട്ടിങ്ങിന്റെ പേരിൽ അവർ കാട്ടിക്കൂട്ടുന്ന ഈ അതിവൈകാരികമായ നാടകങ്ങളെയാണ് നമ്മൾ കുറ്റം പറയുന്നത്, അല്ലേ? ആളുകൾ മടുത്തു തുടങ്ങി. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും അക്ഷരാർത്ഥത്തിൽ മടുത്തെന്ന് പറഞ്ഞാൽ ഇത് ഇവർ കാത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ അർജുനെ ജീവനോടെ കിട്ടും എന്നൊരു വ്യാജ പ്രതീക്ഷ ഇപ്പോഴും ഇവർ പ്രചരിപ്പിക്കുകയാണ്. ഉണ്ട്. ഈ വ്യാജ പ്രതീക്ഷ അവർ നിലനിർത്തുന്നത് തന്നെ ഈ ജനങ്ങളുടെ ജിജ്ഞാസ നിലനിർത്താനാണ്. പരസ്യമുണ്ട് ഇഷ്ടം പോലെ. പരസ്യം അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഈ പരസ്യം അവിടെ നിൽക്കട്ടെ. പരസ്യം പിന്നെ എല്ലാത്തിനും ഉള്ളതാണല്ലോ രാജ്മോഹൻ. ഈ റേറ്റിംഗ് യുദ്ധത്തിൽ ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഒരു ചാനൽ, ആ ചാനലിനെ സംബന്ധിച്ചിടത്തോളം അവർ നാനാഭാഗത്തു നിന്നും വാർത്തകൾ കൊണ്ടുവന്ന നന്നായി ഗുഡ് മിക്സ് ആണ് ഇവരുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അങ്ങ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ അധികം കഷ്ടപ്പെടണ്ട. കാരണം ഇത് ഞാൻ ചോദിച്ചത്, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് ഒക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ ഫുൾ ഫോക്കസ് അങ്ങോട്ടായിരുന്നു. അതെ, ഞാൻ രാവിലെ പറയായിരുന്നു ഇവിടെ രമേഷിൻ്റെ അടുത്ത്. നമ്മൾ പണ്ട് ഡെസ്കിൽ ചാനൽ ജോലി ചെയ്യുമ്പോൾ ഒളിമ്പിക്സ് ആയപ്പോൾ ഒരു ഒളിമ്പിക്സ് ഡെസ്ക് രൂപീകരിക്കും. വലിയ സംഘമാണ് സ്പോർട്സ് എഡിറ്ററും ഒക്കെ ചേർന്ന്. പിന്നെ ഇത് നമുക്ക് സ്വസ്ഥമാണില്ല, അവരിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ എവിടെ കൊടുക്കുമെന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അതില്ല. ഇന്ന് നമ്മൾ ആലോചിക്കായിരുന്നു ഒളിമ്പിക്സ് എന്നല്ല, നാഷണൽ ഗെയിംസോ ഈവൻ ഓരോ ഈവനിന് അത്ലറ്റിക്സിൻ്റെ ഇപ്പം ഞാൻ ഒരു സ്പോർട്സ് റിപ്പോർട്ടറായിരുന്നു. അതെ, അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യം, ഒളിമ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. ഒളിമ്പിക്സിൻ്റെ പോട്ടെ, ഞാൻ ഏഷ്യൻ ഗെയിംസ് കവർ ചെയ്തിട്ടുണ്ട്, ഒളിമ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കവർ ചെയ്തിട്ടുണ്ട്, ഏഷ്യൻ ഞാൻ പറയാം. അപ്പോൾ ഈ അത്ലറ്റിക്സിൻ്റെ ഓപ്പൺ നാഷണൽ ഫെഡറേഷൻ എന്നൊക്കെ പറഞ്ഞ മത്സരങ്ങൾ പോലും റിപ്പോർട്ടർമാർ പോകുമായിരുന്നു. അതെ, ഇപ്പോൾ ഈ ഓപ്പൺ നാഷണൽ മീറ്റ് എന്നാണെന്നോ ഫെഡറേഷൻ മീറ്റ് എന്നാണെന്നോ ആർക്കും അറിയില്ല. യൂത്ത് ഫെസ്റ്റിവലിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പം യൂത്ത് ഫെസ്റ്റിവൽ അതിലേക്ക് മതി. യൂത്ത് ഫെസ്റ്റിവലിന് പ്രാദേശികമായി കുറച്ച് വാർത്തകളൊക്കെ വരുന്നുണ്ടെന്നല്ലാതെ ഇതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ താല്പര്യം നഷ്ടപ്പെട്ടത്? അത് വേറെ രസകരമായ കാര്യം, നമ്മളൊരു അനുഭവം എന്ന് പറയുമ്പോൾ ഈ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ, സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ നടന്നിട്ടുണ്ട്. നടക്കുമ്പോൾ സംഭവിക്കുന്നത്, ഈ കുട്ടികളെ രക്ഷാകർത്താക്കൾ, അധ്യാപകർ അല്ലെങ്കിൽ അവരെ ഗുരുക്കന്മാർ കൂടെ കൊണ്ടുവന്നിട്ട് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് അതിന് ശേഷം ആദ്യം ചാനലിൻ്റെ സ്റ്റുഡിയോയിലേക്കാണ് കൊണ്ടുവന്നത്. എല്ലാ താൽക്കാലിക സ്റ്റുഡിയോകളുണ്ടാവുമല്ലോ, അത് അവിടെ നിർത്തിയുള്ള ഓരോ കലാപരിപാടികളാണ്. ഇതിനെതിരെ പലരും ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ജനങ്ങൾ കാണാൻ വരുന്നത് സ്റ്റേജിൽ ഇവർ പെർഫോം ചെയ്യുന്നതാണ്. അതിന് പകരം ഇവരെ ചാനൽ കൊണ്ട് നിർത്തി അത് ലൈവായിട്ട് കാണിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സുഖമുള്ള കാര്യം അല്ലാന്നും പല പ്രമുഖരും. ഇതിനെല്ലാം പരിമിതികളുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 35 ടീം കാണും നാട്യം കളിക്കാൻ. 35 അല്ലല്ലോ, അതിൽ കൂടുതൽ കാണും. വെളുക്കോളമാണല്ലോ. വെളുക്കോളമാണ്.
ഈ 35 രൂപയിൽ ആർക്കാണ് മെഡൽ സമ്മാനം കിട്ടുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ. ഈ സമ്മാനം കിട്ടുന്നവരെ ചാനലിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ. അതേ ഉള്ളൂ. അപ്പൊ ഇവർ ചെയ്യുന്നത് ഈ സമ്മാനം കിട്ടുന്നവരെ കൊണ്ടുവന്ന് വീണ്ടും പെർഫോം ചെയ്തിട്ട് കാണിക്കുക ചെയ്യുന്നത്. അല്ല, ചില നേരത്ത് ചില പ്രത്യേകതയുള്ള ആളെ കൊണ്ടുവരും, ഈ സമ്മാനം കിട്ടുന്നതിന് മുമ്പ് അങ്ങനെ കൊണ്ടുവരും. അതൊക്കെ ഞാൻ പറഞ്ഞത് അത് അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ ഒളിമ്പിക്സ് മുതൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ വരെയുള്ള സാധനങ്ങളുടെ ജനങ്ങളുടെ ഇൻട്രസ്റ്റ് പോയത് എന്നുള്ള ചോദ്യമുണ്ട്. സത്യത്തിൽ പണ്ടും ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഈ ജനങ്ങളുടെ ഇൻട്രസ്റ്റ് അളക്കാനുള്ള അളവുകോല് മാധ്യമ മുതലാളിമാരുടെ കയ്യിലായിരുന്നു, ജനങ്ങളുടെ കയ്യിലായിരുന്നില്ല. അതെ. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ചാനലിൽ അവരൊരു സാധനം ഷോ ചെയ്തു, ജനത്തിന് വേറെ ഒന്നും കാണാൻ നിവൃത്തില്ല, എല്ലാവരും ഒരേ സമയത്ത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കവർ ചെയ്യുമ്പോൾ എല്ലാവരും സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കാണും. പത്രത്തിൽ മെയിൻ പേജിൽ 1-ാം പേജിൽ സ്പോർട്സിൽ ഒളിമ്പിക്സ് കവർ ചെയ്യുന്നു കാണും. ഇന്ന് ജനം മാറി, ഒരു വാർത്തയും ജനം കാത്തിരിക്കുന്നില്ല, ജനത്തിൻ്റെ പ്രിഫറൻസ് അവർ തന്നെ സെറ്റ് ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ ഒളിമ്പിക്സും കവർ ചെയ്യുന്നതുകൊണ്ട് ഒരു പത്രം കാത്തിരുന്നു വെച്ചോളൂ. ഇപ്പോൾ ഒരു പത്രം ഒളിമ്പിക്സ് സെറ്റ് ചെയ്ത് വേറൊരുത്തൻ 3 പീഡന കേസ് ഒരുമിച്ചായിരിക്കും കൊടുക്കുന്നത്, ജനം അതേ കാണത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഈ കഷ്ടപ്പെട്ട് പാരീസിൽ വിട്ട് ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്യുന്നതാണോ അതോ ഇവിടുത്തെ 3 പീഡന കേസ് ഒരുമിച്ച് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നതാണോ നല്ലത്? അപ്പോൾ ഈ ഒരു ജനങ്ങൾ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തോടു കൂടി ജനങ്ങൾ നിശ്ചയിക്കുകയാണ് ഞങ്ങൾക്ക് എന്ത് വേണമെന്ന്. അജണ്ട അവർ സെറ്റ് ചെയ്യും. ആ അജണ്ടയ്ക്കൊപ്പം പോകാൻ മാത്രമേ പറ്റൂ. അവിടെയാണ് ഒളിമ്പിക്സിനേക്കാൾ ജിജ്ഞാസ ജനങ്ങൾക്കുള്ളത് അർജുൻ്റെ രക്ഷാപ്രവർത്തനം. അതെ. അപ്പോൾ ഇത് വളരെ വളരെ കൃത്യമായ ജനങ്ങളുടെ ഒരു ഫീലിങ്ങിനെ, വൈകാരികതയെ ചാനലുകൾ മുതലെടുക്കുന്നതാണ്. നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയുമോ? കാരണം എൻ്റെ ചോദ്യം രാജ്ഭവൻ, ഇതൊരു ബിസിനസ്സാണല്ലോ, പരമാവധി റേറ്റിംഗ് വേണമല്ലോ. അവിടെ പരസ്യം കൊണ്ട് മാത്രമാണ് അടുത്ത വരുമാനം. അതെ. അപ്പോൾ പക്ഷെ അവിടെ ചില എത്തിക്സ് ഇവർ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അവിടെയാണ് നമ്മൾ പ്രശ്നം. ഇപ്പം ഹിന്ദു ദിനപത്രം അവർ ഒരിക്കലും അവരുടെ എത്തിക്സ് വിട്ട് വാർത്ത ചെയ്യത്തില്ല. ഇല്ല. എനിക്കൊന്ന് EMS സംഭവം മരിച്ചപ്പോൾ പോലും 1-ാം പേജ് കൊടുത്തില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഗാന്ധി വരച്ച വാർത്ത 10 പേജ് കൊടുത്തു കേട്ടിട്ടുണ്ട്. MK ഗാന്ധി ഷോർട്ട് എടുത്താണ് കൊടുത്തെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് അവരുടെ ഒരു പോളിസിയാണ്. അതെ. പക്ഷേ ആ പോളിസി കൊണ്ട് ഇന്ന് നിലനിൽക്കത്തില്ല, അത് വേറെ കാര്യം. അതെ. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, അർജുനെ കാണാതെ പോകുന്നു. അർജുൻ വെറുതെ നമ്മൾ അനേകം പേർ വെള്ളത്തിൽ മുങ്ങിപ്പോവാറുണ്ട്, മണ്ണിലടിയിൽ പോവാറുണ്ട്, അനേകം ദുരന്തങ്ങൾ. പക്ഷെ അതിനപ്പുറം ഒരു ഭീമാകാരനായ ലോറിയോടൊപ്പം കാണാതെ പോയെന്നുള്ളതാണ്. അതെ, അതാണ്. അപ്പം അതിനാണ് ഒരു ജിജ്ഞാസയും കൗതുകമുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ഒരു വിമാനം ലോകത്ത് എവിടെ തകർന്നാലും ആള് കുറവാണെങ്കിൽ പോലും എല്ലായിടത്തും വാർത്തയല്ലേ? സത്യമാണത്. 18 പേരെയും കൊണ്ട് കഴിഞ്ഞ ദിവസം നേപ്പാളിൽ കാഠ്മണ്ഡു നമ്മുടെ 1-ാം പേജിലെ വാർത്തയല്ലേ, നമ്മുടെ ചാനലിലെ പ്രധാന വാർത്തയല്ലേ. മലേഷ്യയിലെ വിമാനം കാണാതെ പോയിട്ട് ഇപ്പോഴും ആളുകൾക്ക് വാർത്തയാണ്. 10 കൊല്ലം ആവുകയാണ്. അതെ. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ, പ്രധാനപ്പെട്ട കാരണം വിമാന അപകടങ്ങൾ കുറവാണ്. അതെ. ഇപ്പം പഞ്ചാബിൽ, ഇപ്പം കശ്മീരിൽ, അതായത് കശ്മീരിലും പഞ്ചാബിലും ഒക്കെ സ്ഥിരം ആക്രമണം നടക്കുമ്പം അത് വാർത്തയായിരുന്നില്ല. പിന്നെ ഇപ്പൊ പഞ്ചാബിൽ എന്തെങ്കിലും സംഭവിച്ച വാർത്തയാണ്. കാശ്മീരിൽ പതാണ് സംഭവിക്കുന്നത്. കശ്മീരിൽ വാർത്ത അല്ലാതായി തുടങ്ങി വീണ്ടും. അതെ. കാരണം അവിടെ വീണ്ടും കലാപമായി വരുന്നുണ്ട്. അപ്പം ഇതുപോലെയാണ് ഒരു വലിയ ഭീമാകാരൻ ലോറിക്കൊപ്പം ഒരാളെ കാണാതെ പോയപ്പോൾ താല്പര്യമുണ്ടായി, സ്വാഭാവികമായി താല്പര്യമുണ്ടായി. മാത്രമല്ല അതിനകത്ത് ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സാധനമായിരുന്നു. അതെ. ലോറിക്കകത്ത് അർജുൻ ഉണ്ടെങ്കിൽ അവൻ സർവൈവ് ചെയ്യും എന്നൊരു വികാരത്തിൻ്റെ പുറത്തായിരുന്നു ഇത് മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ വഴിതെറ്റിക്കപ്പെട്ടു പല ആളുകളും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നമ്മൾ ഈ രഞ്ജിത്ത് ഇസ്രായേലിനെയും ഒക്കെ കുറ്റം പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ അന്വേഷണത്തെ മുഴുവൻ ഇങ്ങനെ നാടകീയമാക്കിയതും അട്ടിമറിച്ചതും എന്താ പറയണത്, ഇത് ഇത്രയധികം വിമർശനത്തിന് കാരണമാക്കിയതൊക്കെ റിപ്പോർട്ടർ ചാനലാണ്. അരുൺകുമാറിൻ്റെ തികച്ചും അരുൺകുമാർ വ്യത്യസ്തത സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ സൂചിപ്പിച്ച മാതിരി ആ അവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കിയത് രഞ്ജിത്ത് ഇസ്രായേലിനെയും ഈ മനാഫിനെയും, ലോറിയുടെ മനാഫിനെയും അരുണും റിപ്പോർട്ടർ ചാനൽ തന്നെ കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരവിടെ കൊണ്ടുപോയി, ഒരു പക്ഷേ ഈ രഞ്ജിത്ത് ഇസ്രായേലും അത്ര മോശക്കാരൻ ഒരാളൊന്നും അല്ല, അയാൾ ഇവിടെ ഇത്തവണ എല്ലായിടത്തും സജീവമായിരുന്നു, നന്നായി പ്രവർത്തിക്കുന്നത്. ഇക്കുറി ഇത്തിരി നാടകം കൂടിപ്പോയി. ഒരു പക്ഷേ ഈ നാടകം അയാളെ കൊണ്ട് നിർബന്ധിച്ച് ഇവർ അഭിനയിപ്പിച്ചതാവാം, അല്ലെങ്കിൽ അത്തരം ഒരു അബദ്ധം പറ്റുന്ന മനുഷ്യൻ. അതുകൊണ്ട് രഞ്ജിത്ത് ഇസ്രായേൽ തെറിയേക്കേണ്ടി വന്നു. അതേസമയം അരുൺകുമാറിനെതിരെ ചീത്തവിളിയും ട്രോളും വന്നപ്പോൾ അയാൾ രക്ഷിക്കാൻ വേണ്ടി SP വിളിച്ചൊരു തിരിച്ച് എന്താണ് റിയൽ ടൈം ജേർണലിസത്തിന് നന്ദി എന്ന് പറയുന്നു. പിന്നെ വേറെ എന്തൊക്കെ ചെയ്തല്ലോ. ഇന്ന് അദ്ദേഹം ലൈവിൽ അവിടെ നിൽക്കുന്നുണ്ട്, കോഴിക്കോട്ട്. അതാ പരിക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിനെ ഇത്രയേറെ നാണം കെടുത്തുന്ന ഒന്നാക്കി രക്ഷാപ്രവർത്തനത്തെ അട്ടിമറിച്ചതും, ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന സംവിധാനത്തിൽ എന്താ പറയുക ഇപ്പോൾ ഈ പറയുന്ന പെരുദോഷങ്ങൾക്കൊക്കെ കാരണമാക്കിയതും അരുണും റിപ്പോർട്ടർ ചാനലുമാണ്. അവർ വ്യത്യസ്തത തേടിപ്പോയതാണ്. അതായത് ഒരു ദുരന്തമുഖത്ത് പോലും
ഇതിൻ്റെ പ്രോബ്ലം വെച്ചാൽ ഞാൻ ഈ മറ്റ് പല ചാനൽ ചുമതലക്കാരോടും സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം വെച്ചാൽ ഈ 24-ഉം റിപ്പോർട്ടറും ഉണ്ടാക്കുന്ന ആ ഒരു പ്രത്യേകതരം ഒരു ഫോർമാറ്റിനെ മറികടക്കാൻ പ്രയാസമാണ്. അതെ, ഇവർക്കൊന്നും താല്പര്യമില്ല. ഉദാഹരണത്തിന് വിസ്മയയുടെ സംഭവം ഉണ്ടായി. വിസ്മയെ തൂങ്ങി മരിച്ച സംഭവം. ആ തൂങ്ങി മരിച്ച സംഭവം ആ പെങ്കൊച്ച് സൗന്ദര്യമുള്ള ഒരു പെങ്കൊച്ചായതുകൊണ്ടാണ് ഇത്രയും വലിയ വാർത്തയായത്. അതായത് ഒരുപാട് പെൺപിള്ളേരെ സ്ത്രീധനത്തിന് പേര് തൂങ്ങി മരിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. പക്ഷെ ഈ പെങ്കൊച്ചിന്റെ ആ നുണക്കുഴിയുള്ള സൗന്ദര്യമുള്ളൊരു മുഖം, വിദ്യാഭ്യാസം ഉള്ളതാണ്, വിദ്യാഭ്യാസം കൂടെ മുതലെടുക്കാൻ 24 തീരുമാനിക്കുന്ന ആദ്യം. ഇതുപോലെ തന്നെയാണ് ജോളി കേസ്. പണ്ടത്തെ നമ്മുടെ കൂടത്തായി കേസിലെ സൗന്ദര്യമല്ല പ്രശ്നം. കൂടത്തായി കേസിലെ ഒരു സെൻസേഷനലൈസ് ചെയ്ത് പലപ്പോഴും നമ്മൾ ഈ ചാരക്കേസ് പോലെ, ചാരക്കേസിന്റെ ഉദാഹരണമാണ്, തീർച്ചയായും ചാരക്കേസ് പോലെ സെൻസേഷനലൈസ് ചെയ്ത് ലൈംഗികതയെ ബന്ധപ്പെടുത്തി കഥകൾ ഉണ്ടാക്കി. അപ്പൊ ഞാൻ പറഞ്ഞ ഇതിനകത്തൊരു KG സൈമണോ അങ്ങനെ ഈ പറഞ്ഞ മാതിരി പബ്ലിസിറ്റിയുടെ രാജാവാ. എവിടെ പബ്ലിസിറ്റി. അപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ ഒരു കഥ ഉണ്ടാക്കുകയും ആ കഥയ്ക്കൊപ്പം അവരെന്തെങ്കിലും കുറച്ച് പേര് നിർത്തുകയും ചെയ്താൽ ജനങ്ങളുടെ ജിജ്ഞാസ അങ്ങോട്ട് മാറുകയും നിർഭാഗ്യവശാൽ ഇതിന്റെ പിന്നാലെ മറ്റവർക്ക് വരേണ്ടി വരികയും ചെയ്യും. പണ്ട് കോട്ടയത്തെ SME പീഡന കേസ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അന്ന് ഇതുപോലെ വലിയ സെൻസേഷനലൈസ് ചെയ്ത ഒരു വാർത്തയായിരുന്നു. പിന്നെ അതിന് എന്ത് സംഭവിച്ചു നമുക്കറിയാം. അല്ല, ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ജോൺ മുണ്ടക്കയത്തോട് ചോദിച്ചു. ജോൺ മുണ്ടക്ക എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഈ തുടങ്ങിയ ദേശാഭിമാനിയും തനിനിറവും ഒക്കെയാണ്. അതെ, അത് പതിയെ എല്ലാവരും ഏറ്റെടുത്തപ്പോൾ ഇതിൽ പിടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യും? വ്യത്യസ്തതയ്ക്ക് വേണ്ടി ശ്രമിക്കും. അങ്ങനെയാണ് ഈ കഥകൾ രൂപപ്പെട്ടു വരുന്നത്. എന്തിനേറെ ജോൺ മുണ്ടക്കയ്ക്ക് എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. ഉമ്മൻചാണ്ടിയെ പിന്തുണയ്ക്കുന്ന പത്രമാണ് മനോരമ. അതെ, പക്ഷേ സോളാർ കേസും കൊണ്ട് കത്തിക്കയറിയപ്പോൾ മനോരമയ്ക്ക് മാത്രം മാറി നിൽക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എല്ലാവരും സോളാർ കേസിൽ ഉമ്മൻചാണ്ടി മനോരമയ്ക്ക് പോലും അവർ തന്നെ അവരുടെ ഭാഗമാക്കി വളർത്തിക്കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി തള്ളി. ഇതൊരു ഒരു പ്രത്യേകതരം സാഹചര്യം. ഇതാണ് കൃത്യമായി റിപ്പോർട്ടർ 24 മത്സരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റുള്ളവർക്ക് വീണു പോകേണ്ടി വരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം മുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം, ഒരു മനുഷ്യനെ നമ്മൾ ലോറിയോടുകൂടി കാണാതെ പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു നമുക്കൊരു പ്രതീക്ഷയുടെ വകയുണ്ട്. പക്ഷേ ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ ഇവിടെ നടത്തൂ, എവിടെ SP, ഇവിടെ ഖനനം ചെയ്യൂ എന്ന തരത്തിലേക്ക് ഇതിനെ സ്വാധീനിച്ചു. അങ്ങനെ അട്ടിമറിക്കപ്പെട്ടു. ഒടുവിൽ കണ്ടെത്തി മുഴുവൻ മണ്ണ് നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതെ, ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ MLA ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ MLA 24 മണിക്കൂർ അവിടെ നിൽക്കുന്നത്? നമ്മൾ ഇതിൻ്റെ എല്ലാം പൊളിറ്റിക്സ് നോക്കണം. ഇത് വളരെ സെൻസേഷണൽ ആയിട്ടൊരു വിഷയമാണെന്ന്, കേരളത്തിൽ സെൻസേഷനാണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന KC വേണുഗോപാലിന്. അതെ, KC വേണുഗോപാൽ വിളിച്ച് MLA പറഞ്ഞിട്ട്, എടാ നീ അവിടെ നിന്നോണം, ഇല്ല നിന്റെ ഇടപാട് തീർക്കുമെന്ന് പറഞ്ഞു. MLAക്ക് അറിഞ്ഞൊരു വിഷയമല്ലെന്ന്. അതെ, പക്ഷെ അവിടെ നിൽക്കാതിരിക്കാൻ പറ്റുമോ? ഇതാണ് സിറ്റുവേഷൻ. അപ്പം ഈ മുതലെടുപ്പിന് വേണ്ടി ഇവർ യുദ്ധം നടത്തിയപ്പോൾ സംഭവിച്ചു. അപ്പോൾ എല്ലാ മണ്ണും മാന്തി, ഏതാണ്ട് 20,000 ടണ്ണോ 2 ലക്ഷം ടണ്ണോ കണ്ട് മണ്ണ് മാറ്റി. ഈ മണ്ണ് മാറിക്കഴിഞ്ഞിട്ട് ആധികാരികമായി 3 ദിവസം മുമ്പ് സ്ഥിരീകരിച്ചു ഇവിടെ ഇല്ല, ലോറി അകത്താണെന്ന് സ്ഥിരീകരിച്ചു. ഈ പശ്ചാത്തലത്തിലെങ്കിലും എൻ്റെ ചോദ്യം അതാണ്, ഈ പശ്ചാത്തലത്തിലെങ്കിലും ഈ ചാനലുകൾ പിന്മാറണ്ടേ? ഇവർ ഈ ജനങ്ങളുടെ ജിജ്ഞാസ അവിടെ നിലനിർത്തുന്നത് കൊണ്ട് തന്നെ ഇവരവിടെ തുടരുവാണ്. സത്യത്തിൽ രാജ്മോഹൻ പറയൂ, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, അർജുൻ ജീവിച്ചിരിക്കാൻ സാധ്യത അല്പമെങ്കിലും ഉണ്ട്? ഒട്ടുമില്ല, ഒരിക്കലും. ഒരു 0.0001% പോലും സാധ്യത ഉണ്ടെങ്കിൽ അത് അത്ഭുതമായിരിക്കും, അത് മഹാത്ഭുതമായിരിക്കും. ദൈവത്തിന് എന്തും ചെയ്യാം. അതെ, അതുകൊണ്ട് ദൈവം ഇടപെട്ട് ചിലപ്പം അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചെന്ന് വരാം. അതെ, പക്ഷേ നമ്മൾ പറയുന്ന നമ്മുടെ മനുഷ്യന്റെ ബുദ്ധി അനുസരിച്ച്, കോമൺ സെൻസ് അനുസരിച്ച് അർജുൻ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. ഈ ചാനലുകൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ വിചാരിക്കും ഞാൻ പിന്മാറുന്ന വിചാരിച്ചാൽ ബാക്കിയുള്ള അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പം ഞാൻ നാളെ രാവിലെ എനിക്ക് ലൈവ് കൊടുക്കാൻ പറ്റില്ലല്ലോ, ബാക്കിയുള്ള ലൈവ് കൊടുക്കുകയാണല്ലോ എന്നുള്ള ചിന്ത വരും. അതുകൊണ്ട് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏഷ്യാൻ്റെ ഒക്കെ സാധാരണ ഇതിൽ അവർ കുറച്ച് കഴിയുമ്പോൾ മാറിക്കളയെന്നാണ് പതിവ്. അവർ പോലും ഇപ്പോൾ അവിടെ തന്നെ തുടരുന്ന ഇത് കൊടുത്തോണ്ടിരിക്കുന്നു. അല്ല, ഇതിവിടെ മനസ്സിലാക്കേണ്ട കാര്യം രാജ്മോഹൻ, നമ്മുടെ വണ്ടി ലോറി ഇതിൻ്റെ അടിയിലുണ്ട് എന്ന് വ്യക്തമായ സ്ഥിതിക്ക്, കരസേനയുടെ സെർച്ചുകൾ പൂർത്തിയായ സ്ഥിതിക്ക് അയാൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ചാനലുകളെ പറഞ്ഞു വിടുക ചെയ്യേണ്ടത്. ചാനൽ അവിടെ നിൽക്കാൻ പാടില്ല. അതെ, ഇവിടെ ഇപ്പോൾ സംഭവിച്ചു ഇതെന്തിനു വേണ്ടി? ഞാൻ ചോദിക്കുന്നത്, അർജുനെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയില്ല. ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുടെ എല്ലാ ദിവസവും സംസാരിക്കുന്ന ആളാണ്. ഈ രക്ഷാ ദൗത്യവുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ എല്ലാ ദിവസവും സംസാരിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് ഇന്ന് അവർ പറഞ്ഞൊരു സൂചന, ഇതൊരു സെൻസേഷണൽ വിഷയമായതുകൊണ്ട് കേരളത്തിൽ
ഇതൊരു പൊളിറ്റിക്കൽ വിഷയമാണ്. ഒന്ന് പിണറായി വിജയൻ കത്തെഴുതിക്കൊണ്ടിരിക്കണം, ഇന്നലെയും കത്തെഴുതി അടിയന്തരമായി കരസേനയെ വിടണം, മറ്റേ കമ്പനി അയക്കണം, ഇവരയക്കണം എന്നൊക്കെ പറഞ്ഞ് പിണറായി ഇന്നലെയാണ് പോയത്. അപ്പൊ ഇവർ കത്തയച്ചുകൊണ്ടിരിക്കുകയാണ്, ആര്? പിണറായി വിജയൻ. അപ്പം എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ പൊളിറ്റിക്കലി ഇവിടെ തിരിച്ചടി ഉണ്ടാവും. കർണാടകയിൽ കോൺഗ്രസ് ഭരണകാലം BJP ഓൾറെഡി സമരം തുടങ്ങി. BJP ഒരു വശത്ത് സമരം തുടങ്ങുന്നു, പിണറായി വേറെ വശത്ത് കത്തയക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസിന് എന്നും ഇതിൻ്റെ പിറകെ നിൽക്കേണ്ട അവസ്ഥയുണ്ട്. സത്യം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു പ്രസക്തിയില്ല. ഞാൻ പലരോടും ചോദിച്ചു, ഞാൻ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ, നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ, എൻ്റെ സുഹൃത്താണ്. ഞാൻ അയാളോട് ചോദിച്ചു, അയാൾ എന്നോട് പറഞ്ഞത് അവരോട് നേരത്തെ തന്നെ പറഞ്ഞു പാക്ക് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞു. അവരെ ഡിറ്റക്ട് ചെയ്തിട്ട് ഈ പറയുന്ന മേജർ നമ്പ്യാരുണ്ടല്ലോ, ഇന്ദ്രപാലൊക്കെ പോയി. അദ്ദേഹമാണ് അതിന്റെ മുഖ്യ ചുമതലക്കാരനായിരുന്നു. അതൊക്കെ പോയി. ഇപ്പോ ഈ സ്കൂബ ഡൈവിംഗ് ടീമിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്കൂബ ഡൈവിംഗ് ടീമോട് പോയി കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം പെട്ടെന്നായല്ലോ. കാരണം അവരുടെ നിഗമനം, ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ആൾ സംസാരിച്ച്, അവരുടെ നിഗമനം ബോഡി പോലും കിട്ടത്തില്ലെന്നാണ്. അതായത് അവർ നിഗമനത്തിലെത്തിയിരിക്കുന്നത് 3 തരത്തിലാണ് അപകട സാധ്യത അവർ മനസ്സിലാക്കുന്നത്. ഒന്ന്, വണ്ടിക്കകത്തില്ല, വണ്ടിയുടെ ക്യാബിന് തുറന്നിട്ടില്ലെങ്കിൽ ബോഡി അതിനകത്ത് കാണണമല്ലോ. അപ്പോൾ ഒന്നുകിൽ വണ്ടി അപകടത്തിൽപ്പെട്ടപ്പോൾ ഈ ക്യാബിന് തെറിച്ചു പോകണം, പക്ഷെ ക്യാബിന് തുറന്നിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. അതും പറയുന്നതിന് ഉറപ്പൊന്നുമില്ല, വിശ്വസിക്കാൻ. അപ്പം ക്യാബിനിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇദ്ദേഹം ചായ കുടിക്കാൻ പോയ സമയത്ത്, ഏതോ റിപ്പോർട്ടറും കണ്ടത് അവിടെ നിന്ന് ചായയുടെ ബില്ലൊക്കെ ആയിട്ട് പുറത്തു വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചായ കുടിക്കാൻ പോയ സമയത്തായിരിക്കാം ഈ ദുരന്തമുണ്ടായത്. അതിനോട് പോയി കാണാം. അപ്പം ഇവിടുന്ന് വെറും 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കടലിലേക്ക്. വെറും 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ അപകട സ്ഥലത്തും ഷിരൂരിൽ നിന്നും കടലിലേക്ക്. എന്ന് വെച്ചാൽ ഒരു 1 മണിക്കൂറിനാകും. ഈ 12 കിലോമീറ്റർ വേഗതയിലാണല്ലോ കടലിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിനകം ബോഡി അർജുൻ ജീവനോടെയാണെങ്കിലും അല്ലെങ്കിലും കടലിൽ ചെന്നിട്ടുണ്ട്. വേറെ കാര്യം ശ്രദ്ധിക്കണം, ഇതുവരെ 9 മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളൂ. 3 പേരെയാണ് ഇപ്പോഴും തപ്പുന്നത്. അതിൽ കൂടുതൽ ആളുകൾ കാണാം. കടന്നു പോയിക്കോണോ നേരത്ത്? ഇവരുടെ ആരുടെയും മൃതദേഹം കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അർജുൻ്റെ മൃതദേഹം കിട്ടാനുള്ള സാധ്യത പോലും വിദൂരമാണ്, വളരെ വിദൂരമാണ്. ഞാൻ പറഞ്ഞത് ഇത് വളരെ വേദനാജനകമായ ഒരു സത്യമാണ്. പക്ഷെ തുറന്നു പറയാതിരിക്കാൻ സാധ്യമല്ല. അർജുൻ്റെ മൃതദേഹം കിട്ടാനുള്ള സാധ്യത പോലും വിദൂരമാണ്. കാരണം അത്ര അടുത്താണ് കടൽ. ഇത് രക്ഷാപ്രവർത്തനം ചെയ്യുന്നവർക്ക് അറിയാം. ആരെ ബോധ്യപ്പെടുത്താനാണ്? അപ്പോൾ ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാധനം ഈ ചാനലുകളുടെ സംവിധാനം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നതെല്ലാം ജനത്തെ പറ്റിക്കുകയാണ്. തീർച്ചയായും ലോറി അവിടെ മണ്ണിനടിയിലുണ്ട് എന്ന് കരുതുന്നു. ഈ ലോറി എങ്ങനെ പൊക്കിയെടുക്കാൻ കഴിയും? ഞാൻ പറഞ്ഞ ഒരു സ്കൂപ്പ്, ഇന്നിപ്പം ഈശ്വർ മൽപ്പെ ഒഴുകിപ്പോയി. വിദഗ്ധനായ ആൾ ഒഴുകിപ്പോയി. ഈ ഈശ്വർ മൽപ്പെ ഒഴുകാതെ അവിടെ ചെന്നെന്ന് വെച്ചോളൂ. ഈ ലോറി കെട്ടിവെടുത്തോണ്ട് എങ്ങനെ വരാൻ പറ്റും? പോന്നിരിക്കുന്ന ലോറി, ഇത്രയും വെയിറ്റുള്ള ലോറി സാധനം എങ്ങനെ എടുത്തോണ്ടിരാൻ പറ്റും? അപ്പം ഇത് അപ്രായോഗികമാണ്. അവിടുത്തെ മഴ വളരെ കൃത്യമായൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടുന്ന് ലോറി പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ 20 അടി താഴെയാണെന്ന് പറയുന്നുണ്ട്. ആ 20 അടി താഴെ പോയി ക്രെയിനിൽ ഐഡന്റിഫൈ ചെയ്ത് ഇപ്പം ക്രെയിൻ ആണെങ്കിൽ അത് വെള്ളത്തിൻ്റെ ഇതിലും അടിക്കത്തില്ലേ? വണ്ടി എഴുന്നേറ്റുമ്പോൾ വണ്ടി ഒഴുകത്തില്ലേ? ഇന്നിപ്പോൾ ഏതൊരു റിപ്പോർട്ടിൽ, മനോരമയുടെ റിപ്പോർട്ടിൽ കിടക്കുന്ന കണ്ടത് ഈ ലോറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നുണ്ടെന്നൊക്കെയാണ്. എനിക്കറിയത്തില്ല ലോറി ഒഴുകിയാൽ ചിലപ്പോൾ അല്ല, പക്ഷെ ഒഴുകുന്നുണ്ടേ പോകത്തില്ലേ? ഈ മണ്ണിൻ്റെ അടിയിൽ നിൽക്കുമെന്ന്. ഇത് മണ്ണിൽ പൊഴുതു നിൽക്കുന്നതാണ്. ഈ 12 കിലോമീറ്റർ വേഗത ഉണ്ടെങ്കിൽ ലോറി അവിടെ നിൽക്കാൻ പറ്റത്തില്ല, പോകേണ്ടതാണ്. അത്രയും വീതി ഉള്ളതാണ്. അപ്പോൾ അത് മണ്ണിൽ പൊഴുന്നു നിൽക്കുകയാണ്, ഈ വീണ മണ്ണിൽ പൊഴുന്നു നിൽക്കുകയാണ്. അതായത് ലോറി ഉരുണ്ടുപോയ കൂടെ ലോറിയുടെ മണ്ടയിലേക്ക് മണ്ണും വീണു. ഈ ലോറി മണ്ണിൻ്റെ ഇടയിലാണ് പോകുന്നത്, മലയിടിഞ്ഞ് വരുവാണ്. ആ മലയും ഇതോട് ഒരുമിച്ച് വീഴുമ്പോൾ അതിലേക്ക് വന്ന് വീണത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് പൊക്കിക്കൊണ്ട് വരാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യമല്ല. ഇത് ചെയ്യണമെങ്കിൽ വെള്ളം നിൽക്കണം, മഴ നിൽക്കണം, അടിയൊഴുക്ക് കുറയണം. അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ ആ വണ്ടി എടുത്തുകൊണ്ട് അത് എന്ന് കഴിയും എന്ന് നമുക്ക് ആർക്കും പറയാം. ഇന്നും എനിക്കൊന്ന് ബോംബെയിൽ അങ്ങോട്ട് വലിയ മഴയായിരുന്നു പറഞ്ഞു. കണ്ണൂർ ജില്ലയിലൊക്കെ വലിയ മഴയാണെന്ന്. അപ്പം ഈ മഴ നിലനിൽക്കുന്നിടത്തോളം കാലം വളരെ പ്രയാസമായിരിക്കും ഇത് കണ്ടെത്താൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാനലുകൾ തലവൂരാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ നിൽക്കുകയാണ്. ഒരാൾ പോയാൽ മറ്റുള്ളവർ അവിടെ നിൽക്കുമല്ലോ എന്നുള്ള ആ ചിന്ത തന്നെയാണ് തീരുമാനിക്കേണ്ടി വരും. പക്ഷേ അവരിത് പ്രഖ്യാപിക്കണമെന്ന് അഭിപ്രായക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞല്ലോ, നമ്മുടെ പാലക്കാട് വീരപ്പനെ വേട്ടയാടാൻ പോയത്. അന്ന് ഞാൻ ദീപികയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപിക എന്ന് പറഞ്ഞാൽ മനോരമയും മാതൃഭൂമിയും, അന്ന് മനോരമയും മാതൃഭൂമിയും കൗമുദിയും കഴിഞ്ഞിട്ട് ദീപികയ്ക്ക് സ്ഥാനമുള്ളൂ. ദേശാഭിമാനിക്ക് അതിന് ശേഷമാണ്. പിന്നീടാണ് എനിക്ക് തോന്നുന്നത് ദേശാഭിമാനിയും
മാധ്യമമൊക്കെ മാധ്യമം കയറി വന്നത് മുന്നിൽ പിന്നീടാണ്. അന്ന് എനിക്ക് 4ാം സ്ഥാനം ദീപിക. അതെ, ആ 4ാം സ്ഥാനം ആയ പത്രം. പക്ഷെ 4ാം സ്ഥാനം എന്ന് പറയുമ്പോൾ വളരെ കുറച്ചാന്ന് നോക്കണം. മനോരമയും മാതൃഭൂമിയും കൂട്ടിക്കഴിഞ്ഞാൽ ദീപികയ്ക്ക് ഒരു കാലത്ത് വലിയ ആണല്ലോ. ഉണ്ടായിരുന്നല്ലോ. പിന്നെ അന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇവിടെ ഇല്ല, വീരപ്പൻ ഇവിടെ ഇല്ല, ഇത് തച്ചങ്കരി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ നമ്പറാണെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പിറ്റേ ദിവസം പതിയെ എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. എന്തിനേറെ എത്രയോ വാർത്തകൾ നമ്മൾ മറുനാടൻ മലയാളി കൊണ്ടുവന്നിട്ട് ഇവരിൽ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ. അപ്പോൾ ഒരു ചാനൽ തൻ്റെ അടുത്തോട്, ഏഷ്യാനെറ്റിനെ പോലൊരു ചാനൽ തൻ്റെ അടുത്തോടു കൂടി ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നു. വളരെ ദുരന്തമാണ് ഈ കുടുംബത്തിനുണ്ടായത്. ഇനി ഈ കുടുംബത്തെ ഇത്തരം ഇന്നത്തെ പ്രശ്നം വെച്ചാൽ ഇന്ന് എന്നോട് ഒരാൾ സംസാരിച്ചത് മതി, ഇതൊരു ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. ദിവസവും ഇതേക്കുറിച്ച് ചർച്ചകൾ. ബോഡി കണ്ടെത്താൻ കഴിഞ്ഞില്ല, സെർച്ചിൽ തുടരുന്നു, അത് കണ്ടെത്തുന്നു, അവിടെ ജീവൻ്റെ തുടിപ്പ് കണ്ടിരിക്കുന്നു, അവിടെ ലോഹാംശം കണ്ടിരിക്കുന്നു, മറ്റേ തെർമൽ പവർ കൊണ്ട് പരിശോധിക്കുന്നു, തെർമൽ സ്കാൻ. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ മനുഷ്യൻ സൈക്കോളജിക്കലി അത് നമ്മളൊരു വല്ലാതാവും. മാത്രം ഇന്നത്തെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ച മനുഷ്യൻ ആ അസ്വസ്ഥനായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദിവസം അവൻ രാവിലെ ഉറക്കമായിട്ട് ടി വി ഇട്ട് ആദ്യം കാണുന്നത് ഇത് തന്നെയാണ്, പിന്നെ വൈകുന്നേരം വരെ രാത്രി ഇത് തന്നെയാണ്. രാജ്മോഹൻ, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ കുടുംബത്തിലെ ഒരാളായി മാറിയിട്ടുണ്ട് അർജുൻ. തീർച്ചയായും. അപ്പം സ്വാഭാവികമായി നമുക്ക് വളരെ വൈകാരികമായ ഒരു ബന്ധം അർജുനോടുണ്ട്. ഇത് ചാനലുകൾ മുതലെടുക്കുവാണ്. ആണല്ലോ. നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, പ്രതീക്ഷയ്ക്ക് വകയില്ല, അർജുനെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല, അർജുൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വെറുതെയാണ്. വീട്ടുകാർക്ക് മനസ്സിലായി. അമ്മ പറഞ്ഞല്ലോ അന്ന് തന്നെ, നേരത്തെ അമ്മ പറഞ്ഞു വേറൊരാളുടെ ജീവൻ ഇതിന് പേര് കളയരുത് കളയരുത് പറഞ്ഞു. അപ്പം ഈ ചാനലുകൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് ചാനലുകൾ ചെയ്യേണ്ടത് അടിയന്തരമായി ഈ നാടകം അവസാനിപ്പിക്കണം. ഇതുവരെ കാട്ടിക്കൂട്ടി ഇതൊക്കെ അങ്ങനത്തെ വൃത്തികേടാണ്. നിങ്ങളുടെ ഒരു റേറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ ഈ ജനതയെ മുഴുവൻ ശ്വാസം എന്താ പറയുക, അത് ഒരു വല്ലാത്ത അവസ്ഥയിലാക്കിയിട്ട് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. കാരണം അർജുനെ ജീവനോടെ കണ്ടെത്താൻ കഴിയില്ല. 3 മിനിറ്റാണ് ഒരാൾക്ക് വെള്ളത്തിൽ കഴിയാൻ പറ്റുന്നത്. അതിനു മുമ്പ് ബോധം പോവും. ഞാൻ പറഞ്ഞത് 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും, ഞാനൊക്കെ പമ്പയാറിൻ്റെ തീരത്ത് ജീവിച്ച ആളാണ്, എനിക്കൊക്കെ വലിയ അനുഭവങ്ങളുണ്ട്. ഞാനൊക്കെ നമ്മളെയൊക്കെ ഈ അടിയൊഴുക്കൊക്കെ മനസ്സിലാക്കിയത്. ഞങ്ങൾക്ക് അവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. ഞാൻ ആ തൂക്കുപാലം വഴി പോവുക, ഒരു 17 വയസ്സിന് എനിക്ക് പമ്പയ്ക്ക് അക്കരെ കാടിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലമുണ്ട്. അപ്പോൾ അവിടുത്തെ നമ്മൾ ഈ ആനയൊക്കെ ഓടിക്കാൻ വേണ്ടി നമ്മൾ ഏറുമാടത്തിലാണ് താമസിക്കുന്നത്. ഏറുമാടത്തിൽ താമസിച്ചിട്ട് നമ്മൾ ആ ആനയെ ഓടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ കപ്പയും ഇതെല്ലാം കൊണ്ടുപോകും. അപ്പം ഭയങ്കര മഴയാണ്, ചിലപ്പോൾ നമുക്ക് ഇല്ല, അതിന് ശേഷം പിന്നെ ഒരു തൂക്കുപാലം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ തൂക്കുപാലത്തിൽ കൂടെ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ നല്ല വെള്ളം കയറി കിടക്കുവാണ്. പെരിങ്ങാവ് കയത്തിൻ്റെ മണ്ടയിലാണ്, പെരിങ്ങാവ് എന്ന് പറഞ്ഞൊരു കയത്തിൻ്റെ മണ്ടയിലാണ് തൂക്കം. നല്ലത് ശാന്തമായി ഒഴുകുന്നു. ഈ കയം ഇതും തമ്മിൽ നമ്മൾ സാധാരണ കാണുന്നത്രേക്കാൾ അടുപ്പമുണ്ട്. കാരണം വെള്ളം കയറി കിടക്കണം. ഇനി ചുമ്മാ ഒരു ഭ്രാന്ത് എടുത്തൊറ്റ ചാട്ടും. അപ്പം നമുക്ക് കാൽക്കുലേഷൻ അറിയത്തില്ല. നമ്മളുടെ ഈ ഫോഴ്സ് കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് അങ്ങ് പോകും നമ്മൾ കുറേ. എന്നിട്ട് ഒഴുക്കൊണ്ടെന്ന് മാത്രമല്ല, ഈ വെള്ളത്തിനടിയിലേക്ക് നമ്മൾ ഫോഴ്സ് കൊണ്ട് താന്നു പോകുന്നതിനെ ആ 1 മിനിറ്റിനകം തിരിച്ചു കയറി വരാൻ പറ്റത്തില്ല. ഞാൻ പൊങ്ങാൻ ശ്രമിച്ചിട്ടൊന്നും കഴിയുന്നില്ല. ഇത് അതായത് ഞാൻ ഈ വെള്ളത്തിൻ്റെ മണ്ട എത്തുമ്പോൾ നല്ല ജീവൻ പോയി. അതായത് പരമാവധി 1 മിനിറ്റ് നമുക്ക് വെള്ളത്തിനടിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. 3 മിനിറ്റിൽ കൊള്ളുന്ന മരിച്ചു പോകും. നമുക്ക് ബോധം പോയാലും നമ്മളെ രക്ഷ. ഞാനൊക്കെ ചെറുപ്പത്തിൽ 9ാം ക്ലാസ് പഠിക്കുമ്പം നമ്മൾ പമ്പയായിട്ട് നീന്താൻ പോകും, സ്കൂളിലെ ബ്രേക്കിൻ്റെ ടൈമിൽ. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഈ അരയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് എന്നിട്ട് ഈ ഉച്ചക്കത്തെ ബ്രേക്കിൻ്റെ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ഓടിക്കുക. ഒരിക്കൽ പോയി ഇടം കൊടുത്ത് വരുന്ന നീന്തറിയത്തില്ലാത്തവർക്ക് ഞങ്ങളോട് ഒന്ന് ചാടി. അവൻ വന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോൾ ഞാൻ പിടിക്കാൻ ചെന്നു. എന്നെ പിടിച്ച് താഴ്ത്തി. ഞാൻ പിന്നെ അവൻ്റെ കയ്യെ കടിച്ച് എന്നെ ചെയ്യുന്നത് കാടിച്ച് ചവിട്ടി തൊഴിച്ച് മാറ്റിയിട്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ എന്തായാലും വള്ളക്കാരൻ അച്ഛൻ കുഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. ആ പുള്ളി അവിടെ വള്ളം തോന്നിയ ആളാണ്. അയാൾ വന്നിട്ട് എന്നെ രക്ഷിക്കും. ഞാൻ പറഞ്ഞു എന്നെ അല്ലത് വേറെ വെള്ളത്തിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു വളർന്നു വന്ന ആളായതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞത് അതിന് ഏറ്റവും വലിയ നാണക്കേട് എന്താ? പിറ്റേ ദിവസം രാവിലെ അസംബ്ലി പിടിച്ച് നിർത്തി നമ്മളെ മുമ്പിൽ നിർത്തിയിട്ട് ചീത്ത വിളിക്കുന്നത്, തല്ലുന്നത്, അടിയൊക്കെ കിട്ടുമായിരുന്നില്ല. അപ്പോൾ ഈ പശ്ചാത്തലം കൊണ്ട് പറയുന്നതാണ്, ഈ 12 ദിവസമായിട്ടും അർജുൻ വെള്ളത്തിൽ ജീവനോട് കഴിയുന്നതൊക്കെ പറയുന്ന ചാനലുകളുടെ ആ ഒരു തൊലിക്കെട്ടിയുണ്ടല്ലോ ഒരു ആത്മാവൻ.
സമ്മതിക്കാൻ പറ്റത്തില്ല. വിശ്വാസത്തെ ബാധിക്കും തീർച്ചയായിട്ടും. കുറെ കഴിയുമ്പോൾ ആളൊന്നും വിശ്വസിക്കില്ല. നമ്മുടെ ഒരു വാർത്തയും വിശ്വസിക്കാതെ ഇല്ല. വാസ്തവത്തിൽ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ടാക്കിയത് 24-ഉം റിപ്പോർട്ടറാണ്. 24 ഉണ്ടാക്കിയെടുത്ത ആ ട്രെൻഡിന്റെ അതിനേക്കാൾ ഭീകരതയിലേക്കാണ് റിപ്പോർട്ടർ പോകുന്നത്. ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞ ഒരു വാർത്തയും ജനം വിശ്വസിക്കുക, സെൻസേഷനലൈസ് ചെയ്ത് ജനം കാണുന്നതിന് വേണ്ടി എന്തും പറയാവുന്ന തരത്തിലേക്ക് മാറ്റി. പക്ഷെ പത്രങ്ങളോ അക്കാര്യത്തിൽ മര്യാദ കാണിക്കുന്നുണ്ട്. അല്ല, അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, ഇപ്പൊ ആളുകൾ പത്രം വായിക്കുന്നില്ലെങ്കിലും ഞാനുള്ളത് കാര്യം പറയാമല്ലോ, ഞാൻ ഒരു വാർത്ത ആധികാരികമായി പത്രത്തിൽ നിന്ന് മാത്രം എടുക്കത്തുള്ളൂ. സത്യമാണത്. എനിക്ക് ഇവിടെ വരുന്ന ആദ്യം 12 പത്രമുണ്ട് രാവിലെ വരും. നിങ്ങൾ കാണും, ഞാൻ കാലത്ത് എത്ര മണിക്ക് വന്നാലും ഈ 12 പത്രം നിരത്തി വെച്ചിട്ട് ആദ്യം മനോരമ എടുത്ത് വായിക്കും, രണ്ടാമത് മാതൃഭൂമി എടുത്ത് വായിക്കും, മൂന്നാമത് കൗമുദി എടുത്ത് വായിക്കും, നാലാമത് മാധ്യമം എടുത്ത് വായിക്കും, അഞ്ചാമത് ദീപിക എടുത്ത് വായിക്കും, ആറാമത് ജന്മഭൂമി എടുത്ത് വായിക്കും. ഇങ്ങനൊരു ലിസ്റ്റുണ്ട്. സുപ്രഭാതവും ചാന്ദ്രികയും എന്തിനാണ് മെട്രോ വാർത്തയും എല്ലാ പത്രവും ഞാൻ നോക്കും. ദേശാഭിമാനിയാണ് ഏറ്റവും അധികം നോക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ചിരിക്കാൻ നമ്മളിത് കഴിഞ്ഞിട്ട് ഒരു രസം, ഇവരിത് എങ്ങനെയാണ്. അതേസമയം UDF ഭരിക്കുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് ദേശാഭിമാനിയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഒരു വാർത്ത ഇപ്പം നമ്മൾ എന്ത് വാർത്ത വന്നാലും എങ്ങനെയാണ്, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ വിധി വരും, ഈ ദേശാഭിമാനി എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ പത്രം വായിച്ചതിൻ്റെ സ്ട്രെയിൻ എല്ലാം കൂടെ മാറും. ടെൻഷൻ പോയി. ഈ കഴിഞ്ഞ ദിവസം ഒരു കഥ കേട്ടായിരുന്നു. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഇട്ട്, അതായത് ഒരു പയ്യൻ ഈ വാർത്തകളെല്ലാം ഏത് സമൂഹത്തിൽ ഏത് വിഷയത്തോടും പ്രതികരിക്കുന്ന ഒരു മാമൻ എല്ലാ വിഷയത്തും പ്രതികരിച്ച് ബി പി കൂടിയിട്ട് ഇയാൾ ആശുപത്രിയിലാക്കി ഡോക്ടർ പരിശോധന കഴിഞ്ഞിട്ട് പറഞ്ഞു BP ഭയങ്കരമായിട്ട് കൂടുതലാണ്. എന്താ പ്രശ്നം? സാറേ, എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ നാട്ടിൽ നടക്കുന്ന അനീതിയും അഴിമതിയും ഒക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഏത് പത്രമാണ് വായിക്കുന്നത് ചോദിച്ചു. ഞാൻ മനോരമ വായിക്കുന്നു. അതാണ് കുഴപ്പം. നാളെ പോലെ ദേശാഭിമാനി വായിച്ചാൽ ഈ നാട്ടിലെ എല്ലാം നല്ലതായിരിക്കും, നിങ്ങൾക്ക് സമാധാനമായിരിക്കും. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാം നല്ല കാര്യങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും BP കൂടത്തില്ല. ലിഫ്റ്റ് കുടുങ്ങിയ ആള് പോലും രക്ഷപ്പെട്ട. അതുകൊണ്ട് അല്ല, ഇത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞൊരു വീഡിയോ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എടുത്തിട്ടിരുന്നു. അപ്പം ഇതാണ് അവസ്ഥ. പക്ഷേ ഈ ദേശാഭിമാനി ഒഴിച്ചാൽ ബാക്കി പത്രങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഈ വാർത്തകൾ പഠിച്ച് വിലയിരുത്തിയാൽ കൊടുക്കത്തുള്ളൂ, വെറുതെ വരത്തില്ല. പ്രിന്റഡ് പത്രത്തിൽ ആ സമയം പ്രിന്റഡ് പത്രങ്ങൾ ഓൺലൈനിൽ പോലും നമ്മൾ സൂക്ഷിക്കണം. അതെ, എന്തും വരാം. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ മർമ്മപ്രധാനമായ ചോദ്യം ഇപ്പം നമ്മുടെ ആർക്ക് വേണ്ടിയാണ് ഇപ്പോഴും തിരയുന്നത് എന്നതാണ്. ഇതാണ് മർമ്മപ്രധാനമായ ചോദ്യം. ആർക്ക് വേണ്ടിയാണ് ഇപ്പോഴും തിരയുന്നത്? മാധ്യമങ്ങൾ അല്ലല്ല, ഈ തെരച്ചിൽ ആർക്ക് വേണ്ടിയാണ്? അതിന് ഉത്തരവില്ല. സത്യം കഴിഞ്ഞു. കാരണം നമ്മളെ കവളപ്പാറയിലും പെട്ടുമണിയിലും ഒക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അർജുനെ കണ്ടെത്താൻ പ്രയാസമാണ്. ഈ ഏറ്റവും കുറഞ്ഞത് മാധ്യമങ്ങളോട് നിങ്ങൾ മടങ്ങിപ്പോകാനായിട്ട് ഔദ്യോഗികമായി ആവശ്യപ്പെടണം. എന്നിട്ട് പിണറായി വിജയൻ കത്തെഴുതിക്കും മൂപ്പിച്ചുകൊണ്ടിരിക്കുക, അത് വേറെ കാര്യം. എല്ലാവരും വിടുക. ഇനി ചാനൽ എന്തിനാണ് നോക്കിയിരിക്കുന്ന ഒരു രാജ്മോഹൻ? ഈ ലോറി വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ലൈവോടെ കാണിക്കുമ്പോഴേ അവരുടെ ദൗത്യം പൂർത്തിയാവും. അതിന് ലോറി കരക്കിട്ടിട്ട് അർജുനില്ല, ദൗത്യം പൂർത്തിയാകാൻ വേണ്ടി കാത്തിരിക്കുവാണ്. ലോറി പകുതി കുടുങ്ങി, ലോറി പകുതി കുടുങ്ങി, വെള്ളത്തിലായി. ആ വെള്ളത്തിലേക്ക് വന്നിരിക്കുന്ന ക്രെയിൻ മറിഞ്ഞു. ക്രെയിനിന്റെ പേരുണ്ടെങ്കിൽ ആ പേര് വെക്കുക. പിന്നെ അപ്പൊ ആർക്ക് വേണ്ടി ഇപ്പോഴും തിരയുന്നു എന്നത് പ്രസക്തമായ ചോദ്യമാണ്. അതെ, ഞാൻ പറയുന്നത് ഈ തെരച്ചിൽ അവസാനിപ്പിക്കാൻ സമയമായി. കാരണം ഇത് അട്ടർ വേസ്റ്റ് ഓഫ് പബ്ലിക് മണിയാണ്. ഇത് ഈ പറഞ്ഞ നേവിയുടെ സ്കൂബ ഡൈവിംഗ് ആണെങ്കിലും ഈ സംവിധാനം, ഇതിനാകപ്പെടാൻ ലാഭം ചാനലുകൾക്ക് മാത്രം, വേറെ ആർക്കും ലാഭം. പബ്ലിക് നമ്മുടെ ധനകാര്യത്തിന് നഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങൾ അതെല്ലാം പോയി കഴിഞ്ഞ് സ്കൂബ ഡൈവിംഗ് ഇപ്പം ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അടിയൊഴുക്കെല്ലാം ഒതുങ്ങി, വെള്ളം ഒതുങ്ങിക്കഴിഞ്ഞ് ലോറി പൊക്കാൻ നോക്കുക, ലോറി പൊക്കുക. അപ്പോൾ നമുക്ക് ലോറി എടുക്കാൻ പറ്റും. ഇനി അതല്ല, മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ ബോഡി പോകാൻ ഇടയുള്ള ഇനി എവിടെയെങ്കിലും കാലത്ത് ആ പുഴയുടെ ഏതെങ്കിലും തീരെ തടിഞ്ഞു കിടന്നാലോ. അതെ, ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 10-20 കൊല്ലം മുമ്പ് ഞങ്ങളുടെ അവിടെ എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടല്ലോ, പമ്പയാറിങ്ങനെ നിറഞ്ഞൊക്കെ വീഴും. അപ്പം ഇപ്പം ഈ തിരുവനന്തപുരത്തായ കാരണം നമുക്ക് കാണാം, നമ്മളെപ്പോഴും വലിയ വെള്ളം, ഞങ്ങളുടെ പാലം കോസ്വേ കവിഞ്ഞൊഴുകും. ഇത് കാണാൻ ഞങ്ങളെല്ലാം പോകും. അതിന് മുമ്പ് കോസ്വേ ഇല്ല. അപ്പോഴും ഈ കര കവിഞ്ഞൊഴുകുമ്പോഴത്തേക്കും ഞങ്ങളുടെ അവിടുത്തെ മത്സരങ്ങളെ ചില ആളുകൾ വള്ളം കടന്ന് ഈ വള്ളത്തിലൂടെ കടക്കാൻ പോകുന്നത്, വലിയ വള്ളത്തിൽ തുഴഞ്ഞ് കിടക്കാൻ പോകുന്നത്, അവർ തടിയില്ല ഒഴുകി വരും, തടി പിടിക്കാൻ പോകുന്നവരെ, ഇങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു വിരുന്ന് ഒരു ആഘോഷമുണ്ട്. ഒരു തവണ ഒരു 10-20 കൊല്ലം മുമ്പാണ് ഞാൻ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു സ്ത്രീയുടെ ബോഡി ഞങ്ങളുടെ ഈ കരയെ വന്നടിഞ്ഞു. അപ്പം അന്നത്തെ SI എൻ്റെ ഒരു
പരിചയക്കാരനാണ്. ഒരു നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ്, ഒരു പത്രപ്രവർത്തകനായിരുന്ന ആളാണ്. അദ്ദേഹമാണ് എരുമേലി SI. അപ്പം വിവരം കഴിഞ്ഞു. കുറേ SI എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാജ ആ ബോഡി എവിടെയാണ് കിടക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യാമെന്ന് ചോദിച്ചു. ഒന്ന് ചവിട്ടി വിടാം. ഞാൻ ജനജിത ഒരു 100 മീറ്റർ മാറി പോലീസ് സ്റ്റേഷനായി. ഞങ്ങൾ ചവിട്ടേണ്ടി വന്നില്ല. അതിനിപ്പുറം ബോഡി പോയി. അല്ലാതെ തട്ടുന്നില്ലേ. അപ്പം പിന്നെ വെച്ചുത്ര പോലെ, പിന്നെ മുഴുവൻ വെച്ചുത്ര പോലെ. കാരണം വെച്ചാൽ എരുമേലി ഞങ്ങളുടെ ഇടകടത്തി എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഇവിടം വരെ എരുമേലി പോലീസ് സ്റ്റേഷൻ, അവിടെ മുതൽ അങ്ങോട്ട് വെച്ചുത്ര പോലീസ് സ്റ്റേഷനാണ്. അങ്ങ് താഴെ അങ്ങ് പമ്പ, പിന്നെ വെച്ചുത്ര വഴിയാണല്ലോ അങ്ങ്. പിന്നെ എന്താണ് സ്ഥലത്തിൻ്റെ പേരെന്നാ, അങ്ങ് മുമ്പോട്ട് പെരുന്നാലൊഴിക്ക് അപ്പുറത്തേക്ക് പോകും, അത്തിക്കയം ആ ഭാഗം വഴി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കാലമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധിക്കും. ദയവായി ഇപ്പോഴും നമ്മൾ ഇതിനെ ഇത്രയും ഒരു എന്നാ പറയണ ഈ ഒരു സെൻസേഷനലൈസ് ചെയ്ത്, ഈ സെൻസേഷനലൈസേഷൻ ആ കുടുംബത്തിനും ഈ വ്രണം ഉണക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം അവർ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. അവരുടെ മകനെ നഷ്ടപ്പെട്ടു വന്ന അമ്മയും, ഭർത്താവിനെ നഷ്ടപ്പെട്ടെന്ന് ഭാര്യയും, സഹോദരൻ നഷ്ടപ്പെട്ടെന്ന് മറ്റു സഹോദരന്മാരും ഒക്കെ കരുതി അവരതിനോട് പൊരുത്തപ്പെടാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവെന്താണ് രാജ്മോഹൻ? മറക്കാനുള്ള കഴിവ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ ഓർക്കും ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ ദൈവം കാലം കൊണ്ട് മുറിവുണക്കുന്ന അവസ്ഥ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ മോൻ നാം വിളിച്ചു, തോമസ് മാത്യു, ബിനു എന്നായിരുന്നു അവൻ്റെ പേര്. ഞങ്ങളുടെ ഒരു അധ്യാപകൻ്റെ മോനാണ്, TT മത്തായി എന്ന് പറഞ്ഞ അധ്യാപകൻ. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അവൻ ഒരു ദിവസം ഈ ഇലക്ട്രിക് പോസ്റ്റൽ, അതായത് ഈ റബ്ബർ മരം വെട്ടി മാറ്റാൻ വേണ്ടി അവൻ ഇലക്ട്രിക് പോസ്റ്റൽ കയറി. സത്യത്തിൽ അവൻ പോകുന്നതിന് മുമ്പ് ഇത് ഊരിട്ടാണ് പോയത്, ഏതാണ് നമ്മുടെ ഈ ഫ്യൂസ് ഊരിട്ടാണ് പോയത്. പക്ഷേ ഇവൻ അറിഞ്ഞിരുന്നില്ല, വേറൊരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അതിലാണ് കൊടുത്തിരുന്നത്. ഇവൻ അറിഞ്ഞിരുന്നില്ല. ഇവൻ ഇതാന്നാണ് കരുതിയിരുന്നത്. ഈ ഫ്യൂസ് അവിടെ തന്നെ. ഇവൻ ഈ ഫ്യൂസ് ഊരി കഷത്തി വെച്ചുകൊണ്ട് ഇവൻ പോയി പോസ്റ്റേ കയറി. അവൻ എപ്പോഴും ചെയ്യുന്നത് തട്ട് നോക്കിയപ്പം കറണ്ടില്ല. അപ്പോൾ കറണ്ടില്ലാത്ത സമയമായിരുന്നു. ഇവൻ പോസ്റ്റൽ ഇങ്ങനെ ഒരു കാലം ഈ ലൈനിലും ഒരു കാലം ഈ ലൈനിലും ഇരുന്ന് ലൈൻ അടിച്ചു വന്ന് കറണ്ട് വന്നു. അപ്പോഴേ മറിഞ്ഞു വീണു, മരിച്ചുപോയി. ഞാൻ പറഞ്ഞത്, എനിക്കതുണ്ടാക്കിയൊരു ഷോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. അപ്പം ഞാനന്ന് കരുതി എല്ലാ വർഷവും ഇവൻ്റെ ചരമദിനത്തിൽ ഇവൻ്റെ അസിംതരി പോകണം, ഇവന് വേണ്ടിയിട്ട്, അവന് ഒരു കായിക പ്രേമിയായിരുന്നു, ഇവന് വേണ്ടി ഒരു മത്സരം നടത്തണം. പക്ഷെ ഒന്നും നടന്നില്ല. അതെപ്പോഴും അങ്ങനെയാണത്. അതാണ് ഞാൻ പറഞ്ഞു, ഒരു വർഷം പോയി. പിന്നെ ഇപ്പം ഇത് ഞാൻ മനസ്സിലായി, ഇതെന്നല്ല, ഒരുപാട് ആളുകൾ, നമ്മൾ ചെറിയ പ്രായത്തിൽ മരിക്കുന്നവരടക്കമുള്ള ഒരുപാട് ആളുകൾ, നമ്മളിത് മനുഷ്യൻ ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് മറക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പോലും ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അവനെ തീർക്കണം. പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോൾ എന്തായാലും ആട്ടം നോക്കും. കാരണം ചിലരൊക്കെ നമ്മളോട് പറയുന്നതും ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്നാ അറിയാം, ഇത്രയും അതിവൈകാരികമായി പ്രതികരിക്കേണ്ട വിഷയം വന്നാൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കും. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രതികരണം കണ്ട അപ്പം അടി മറുപടിയാണ്, അപ്പം തന്നെ മറുപടി. അപ്പം അപ്പോഴത്തെ ഒരു ചൂടും വാശിയും നാളെ ഉണ്ടാവത്തില്ല. കാലം എല്ലാ മുറിവുകളും മായ്ക്കുമെന്ന് പറയുമ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് പിറ്റേ ദിവസത്തേക്ക് മാറ്റും. അപ്പോൾ ഈ കുടുംബത്തെ അങ്ങനെ ആ ട്രോമയിൽ നിന്നും രക്ഷിക്കാതെ അതിൽ തുടരാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടായി. വെറുതെ ഫാൾസ് ആയിട്ടുള്ളൊരു കോൺഫിഡൻസും ഹോപ്പും കൊടുക്കുന്നു. ഈ കുടുംബത്തെ ചർച്ചയിലാക്കി, അതായത് ആ മുറിവുണങ്ങാൻ അവരെ അനുവദിക്കാതെ അതാണ് മാധ്യമങ്ങൾ കൊണ്ടുപോകുന്നത്. അവരംഗീകരിക്കണം, അവരംഗീകരിച്ചിരിക്കുന്നു. ആ സഹോദരങ്ങൾക്കും അമ്മയ്ക്കും ഒക്കെ അറിയാം ഇനി വരില്ല എന്നുള്ളത്. അപ്പം ദയവായി എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷ, അല്ലേ? തീർച്ചയായും ഇതെങ്ങനെയെങ്കിലും ഇത് എല്ലാ ചാനലുകളും ഒന്ന് അവർ സ്വയം നടത്തുക, അതല്ലെങ്കിൽ കർണാടക സർക്കാരെങ്കിലും ഇടപെട്ട് ഇനി മതി, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി പോവുക, എന്തെങ്കിലും വേറെ ഞങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ ലോറി വീണ്ടെടുക്കുന്നതോ മറ്റുമൊക്കെ. ഇത് സത്യം പറഞ്ഞാൽ ആ വീട്ടുകാരോട് തന്നെ ചെയ്യുന്ന ക്രൂരതയാണ്, ഒപ്പം നാട്ടുകാരോട്. തീർച്ചയായിട്ടും. അതായത് വളരെ 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 വ്യക്തമാണിത്. അർജുനെ ഇനി തിരയുന്നത് ആർക്കും ഗുണം ചെയ്യില്ല, ചാനലുകാർക്കൊഴികെ. ചാനലുകാർക്കുള്ള ഗുണം എന്ന് പറയുന്നത് ജനത്തെ വിഡ്ഢിയാക്കുന്നത് ഗുണമാണ്. പക്ഷെ ആളൊക്കെ വിവരം വെച്ച് എന്നുള്ള കാര്യം കൂടെ അവർ ചിന്തിക്കണം. സോഷ്യൽ മീഡിയയ്ക്ക് എത്ര സജീവമായ കാലത്താണ് മനസ്സിലാക്കും. എന്നാലും ജനം ഈ ഒരു സെൻസേഷണൽ സാധനത്തിന് പുറകെ തീർച്ചയായും ജനത്തിൻ്റെ ഒരു പ്രത്യേകത, അവർക്ക് ഈ സെൻസേഷണൽ വിഷയങ്ങളുടെ പുറകെ പോകാതിരിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ മോസ്റ്റ് റീഡ് എടുത്ത് നോക്കൂ, എത്ര ഗൗരവമുള്ള വിഷയങ്ങൾ കൊണ്ട് അവതരിപ്പിച്ചാലും ജനങ്ങളത് കൂടുതൽ കാണത്തില്ല. അതേസമയം നല്ല രസമുള്ള പീഡനമോ അല്ലെങ്കിൽ ഒളിച്ചോട്ടമോ സൗന്ദര്യമുള്ള ഒരു പെണ്ണിൻ്റെ മരണമോ അപകടത്തിൽ പരിക്കുന്ന ഒരു പെണ്ണിന് സൗന്ദര്യം കൂടുതലാണെങ്കിൽ കൂടുതൽ പേര് വായിക്കുക. അതൊരു വല്ലാത്ത തരം മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന സമൂഹമാണ് നമ്മുടെ.
അപ്പം അതുകൊണ്ടാണ് അതൊരു വല്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് അത് മുതലെടുക്കാൻ ചാനലുകൾ ശ്രമിക്കുമ്പോൾ വലിയ ഒരു ദുരന്തം, ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചൊരു കുടുംബത്തോട്, ആ കുടുംബത്തോട് സഹതാപം കാട്ടുന്ന ഈ സമൂഹത്തോടൊക്കെ കാട്ടുന്ന വലിയ അന്യായമാണെന്ന് ഇവർ തിരിച്ചറിയണം, അല്ലേ? തീർച്ചയായും സ്ഥാപനങ്ങൾ തിരിച്ചറിയണം. മാധ്യമ സ്ഥാപനങ്ങൾ തങ്ങളുടെ ജീവനക്കാരോടൊപ്പം നിൽക്കുകയാണ് ഈ മഴയും കൊണ്ട്, ഒരു കാര്യമില്ലാതെ. അല്ല, അവർക്ക് പിന്നെ പ്രത്യേക ആനുകൂല്യം കൊടുക്കുമായിരിക്കും. അല്ല, അറിയത്തില്ല, എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. ഇവരോട് അവരെവിടെ താമസിക്കുന്നത് ഒരു പിടിയില്ല, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ താമസിക്കുന്നത് ഭക്ഷണം കിട്ടും, കാരണം കണ്ടിട്ട് വിജനമായ സ്ഥലം പോലെ തോന്നുന്നു. അല്ല, എനിക്ക് അവിടുന്ന് ഏതോ ഒരു അച്ഛൻ, മാർത്തോമാ സഭയുടെ കണ്ടൊരു അച്ഛൻ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണം കിട്ടാൻ അവിടെ. ഞാൻ ഈ നമ്മുടെ മലയാളിയുടെ പ്രത്യേകത ഏതാണോ, അതായത് എവിടെ ഒരു ആവശ്യമുണ്ടോ എത്തും, അവിടെ എത്തും. അപ്പോൾ അവിടുന്ന് ഒരു അച്ഛൻ കൊണ്ടുപോയി, മാർത്തോമാ സഭയുടെ കണ്ട് പോസ്റ്റ് ഞാൻ കണ്ടതാണ്, അവിടെ ഉള്ളവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മനസ്സ് അത് മലയാളിക്കുണ്ട്. ഭക്ഷണം കൊടുക്കുന്നത് താമസം ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കുമായിരിക്കും. എന്തായാലും ദയവായി മാധ്യമം, നമുക്ക് അപേക്ഷിക്കാനുള്ളത്, ദയവായി മാധ്യമങ്ങൾ, ചാനലുകൾ ഈ നാടകം അവസാനിപ്പിക്കണം. ആ കുടുംബത്തിന് സ്വസ്ഥത കൊടുക്കുക. അവർക്ക് അവരുടെ പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട ഭർത്താവിനെ, പ്രിയപ്പെട്ട അച്ഛനെ, പ്രിയപ്പെട്ട സഹോദരനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുണ്ട്. ആ വേദനയിൽ നിങ്ങൾ അവരെ വെറുതെ വിടുക. നഷ്ടപ്പെട്ട അവരുടെ ആ പ്രിയപ്പെട്ടവനെ ഓർത്തുള്ള വേദനകളിൽ അവർ കഴിയട്ടെ. അനാവശ്യമായ പ്രതീക്ഷകൾ കൊടുത്ത്, അനാവശ്യമായി സെൻസേഷനലൈസ് ചെയ്ത്, അനാവശ്യമായ വാർത്തകൾ സൃഷ്ടിച്ച് നിങ്ങൾ ദയവായി ആ കുടുംബത്തോടും ഈ സമൂഹത്തോടും ഇനിയും ഇങ്ങനെ ഉപദ്രവം ചെയ്യരുതേ എന്ന് അപേക്ഷിക്കുന്നു. നന്ദി.